അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ എടുത്തിട്ടുള്ളത് റേഷൻ കടയിൽ നിന്നും കിട്ടിയ പച്ചരിയാണ്. ഏത് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇനി പച്ചരി നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഒരു 3 മണിക്കൂർ വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെക്കാം. പച്ചരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ പച്ചരി നല്ലോണം കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള വെള്ളം മാറ്റിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് പച്ചരി മാറ്റാം. കുതിർത്തെടുത്ത പച്ചരി വെള്ളം മാറ്റിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അരി നന്നായിട്ട് അരച്ചെടുക്കണം. അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ഈ അരി നല്ല പേസ്റ്റ് പരുവത്തിന് ഒട്ടും തരികളൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കാം. പച്ചരി അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം ഒരുമിച്ച് ഒഴിക്കാതെ ആദ്യം ഒരു 1/4 കപ്പ് ഒഴിച്ചിട്ട് അരച്ച് നോക്കുക. വീണ്ടും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ഈ പരുവത്തിന് അരച്ചെടുത്തിട്ടുള്ളത്. ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1 കപ്പ് ശർക്കര പൊടിച്ചത് ഇട്ട് കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് അതേ കപ്പിന്റെ അളവിൽ തന്നെ ശർക്കരയും അളന്നെടുക്കുക. ഗ്ലാസിന്റെ അളവിലാണെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് പച്ചരിക്ക് 1 ഗ്ലാസ് ശർക്കര അളന്നെടുക്കുക. ഇനി ശർക്കര ഉരുക്കിയെടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഒരു അധികം മധുരം ഉണ്ടാവില്ല. നല്ല മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 1.25 കപ്പ് പൊടിച്ച ശർക്കര എടുക്കുക. അപ്പോൾ ശർക്കരയെല്ലാം ഇതാ ഉരുകി വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്ക് 250 ml കപ്പിന് 2 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. എടുക്കുന്ന പാല് പാക്കറ്റ് പാലാണെന്നുണ്ടെങ്കിൽ തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിന്റെയോ ഗ്ലാസിന്റെ അളവിൽ തന്നെ 2 കപ്പ് അല്ലെങ്കിൽ 2 ഗ്ലാസ് പാലെടുക്കുക. പാലൊഴിച്ചെടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരിയുടെ മിക്സ് ഇല്ലേ അത് ഒരു അരിപ്പേ കൂടി അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്തെങ്കിലും ചെറിയ തരികളുണ്ടെങ്കിൽ മാറി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ടൈമൊന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ചെറുതായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതുപോലെ ചെറിയ ചെറിയ കട്ടകൾ പോലെ വരും. അതൊന്നും കുഴപ്പമില്ല. എല്ലാം ഒന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് റെഡി ആയിക്കോളും. അപ്പം ഇതുപോലെ ഒന്ന് കുറുകി ചെറുതായിട്ട് കട്ടകൾ പോലെ വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉരുക്കി വെച്ച ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. കല്ലും മണ്ണും ഉണ്ടെന്നുണ്ടെങ്കിൽ അരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ അരിച്ചൊഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഫ്ലെയിം കുറച്ചിട്ടിട്ട് വേണം ഇത് റെഡിയാക്കി എടുക്കുക. ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അവരവരുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 1/4 കപ്പൊക്കെ പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഞാനിപ്പോൾ 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കുക. വീണ്ടും നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. കൈവിടാതെ ഇളക്കി കൊടുക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അരി അരച്ചത് ചേർത്തുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കും. അതുകൊണ്ട് കൈവിടാതെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/2 കപ്പ് ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യുക. തേങ്ങ വേണ്ടാന്നുണ്ടെങ്കിൽ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. വീണ്ടും കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും, ഒരു താമസവും ഇല്ല. അപ്പോൾ പച്ചരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം പൊടിച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ നട്ട്സ് ഒന്നും ചേർക്കുന്നില്ല. അതിന് പകരമായിട്ടാണ് ഞാനിപ്പോൾ ചിരകിയ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇടയ്ക്കൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ഇരുന്ന് പറ്റിപ്പിടിച്ച് കരിഞ്ഞു പോകും ആ സൈഡൊക്കെ. അടി പിടിക്കുകയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കുക. പാനിൽ നിന്ന് വിട്ട് കിട്ടണം, കുറച്ചും കൂടെ ആവാനുണ്ട്. ഫ്ലേവറിന് വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്ക പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ഏലക്കയുടെ ആ തൊണ്ടൊക്കെ മാറ്റിയിട്ട് ആ സീഡ് മാത്രം പൊടിച്ചെടുത്തിട്ടുള്ളതാണ്. പഞ്ചസാരയും കൂട്ടി ചേർത്ത് പൊടിച്ച ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇപ്പോൾ വീട്ടിലുള്ള പച്ചരിയും പാലും മാത്രം മതി. നമുക്ക് ശർക്കരയോ അല്ലെങ്കിൽ പഞ്ചസാരയോ മാത്രം മതി നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടി പോരുത്. 2 നുള്ള് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. വീണ്ടും നമുക്ക് ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കാം. ഇനി ലാസ്റ്റിൽ നമുക്ക് ഒരു 2-3 മിനിറ്റും കൂടി ഇളക്കി കൊടുക്കുക. അതിന് മുമ്പായിട്ട്
നമുക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 3 ടീസ്പൂൺ നെയ്യേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ 4 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മൂത്തായിട്ട് ഇളക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ആവുമ്പോൾ റെഡിയായി കിട്ടും. നല്ലോണം പാനിൽ നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇതുപോലെ നല്ലതുപോലെ പാനിൽ നിന്ന് വിട്ട് വരണം. പാനിൽ നിന്ന് ഇത് വിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആവുന്നത് വരെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നെയ്യൊന്നും ചേർക്കുന്നില്ല. ഇനി നമ്മളിത് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യാൻ പോകുന്നത് ആ പാത്രം ഒന്ന് നെയ്യ് തടവിന് ശേഷം കുറച്ച് പിസ്തയും ബദാമും ഞാൻ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വിതറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് വേണം നിർബന്ധമൊന്നുമില്ല, കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി ആ ചൂടോട് കൂടി തന്നെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പാച്ചിൽ വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കാം. ആ ചൂടോട് കൂടി തന്നെ ചെയ്തിട്ടെടുക്കുക. അപ്പം നല്ലതുപോലെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല ചൂടാണ്. ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുക്കുക. ഇനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി മെല്ലെ ഒന്ന് തുറന്ന് നോക്കാം. അടിപൊളിയായിട്ട് വീണ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത പീസ് അങ്ങ് എടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കൊച്ചു കുട്ടികൾക്കൊക്കെ കേക്കൊക്കെ കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ പച്ചരി വെച്ചിട്ട് റെഡിയാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്വീറ്റ് ആണ്. റേഷൻ കടയിൽ നിന്നും കിട്ടുന്ന പച്ചരി വെച്ചിട്ട് ഇതുപോലെ സ്വീറ്റ് തയ്യാറാക്കി കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. വീട്ടിലുള്ള പച്ചരി വെച്ചിട്ട് വളരെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്